പ്രധാനമന്ത്രിയെ അവഹേളിച്ചുവെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിലായിരിക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസാണ്, സൈബർ പോലീസാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. മഹിളാ മോർച്ച നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തി എന്നുള്ളതാണ്. പക്ഷെ തനിക്ക് മലയാളം അറിയാത്തതിന്റെ അല്ലെങ്കിൽ മലയാളം പറയുന്നതിന്റെ ഒക്കെ പോരായ്മയുടെ പ്രശ്നമാണെന്നൊക്കെയായിരുന്നു ജാൻമണിയുടെ വിശദീകരണം. എന്തായാലും കേസെടുത്തിരുന്നു, ഇപ്പോൾ അറസ്റ്റും. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. എനിക്ക് നീതി വേണം യുവർ. ഇത്രയും തോന്നിയാസം കാണിച്ചിട്ടാ രജനി, അതുതന്നെയാണ്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട മഹിളാ മോർച്ചയുടെ പരാതിയിൽ ജാൻമണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളെ പോലീസ് വരും, അവരോട് പറഞ്ഞു വരും. ചേട്ടാ ഇനിയിപ്പോ പോലീസ് വന്നല്ലേ ചേട്ടാ ഇതൊക്കെ പറയല്ലോ. ചേട്ടാ പോലീസ് വരും, സംഭവം കഴിയുന്നുണ്ട്. ഇന്ന് നോട്ടീസ് നൽകി ജാൻമണിയെയും ഒപ്പം തന്നെ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത ഒരാളെയും കൂടി വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം ബെയിലബിൾ ഒഫൻസ് ആണ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ജാൻമണിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഒരുപാട് നേരം നിന്നാ ഇന്ന് ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയതിനു ശേഷമാണ് കൊച്ചിയിൽ വെച്ച് ചില മാധ്യമങ്ങളോട് ജാൻമണി ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ വലിയ വിവാദം ഉണ്ടാവുകയായിരുന്നു. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പറയുന്നോണ്ടൊന്നും തോന്നരുത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നീ സ്വയം നിയന്ത്രിക്കണം.